നമ്മളെ ദുഃഖിപ്പിക്കുന്നൊരു വാർത്തയാണ്. നമ്മുടെ സിനിമാ സംഗീത പ്രേമികൾക്കൊക്കെ ഏറെ ദുഃഖം നൽകുന്നൊരു വാർത്ത. പ്രശസ്ത സംഗീത സംവിധായകൻ KJ ജോയ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ചെന്നൈയിലായിരുന്നു അന്ത്യം. അക്കരെ ഇക്കരെ, കസ്തൂരി മാൻമിഴി തുടങ്ങിയ 200-ലധികം ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ജിബിനുണ്ട് നമ്മളോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്ന വിളിപ്പേരിൽ കൂടി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കാരണം ആധുനിക സാങ്കേതിക വിദ്യകളെ സംഗീത ശാഖയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു. കീബോർഡ് പോലുള്ള സംവിധാനങ്ങളൊക്കെ മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് കൂടുതൽ പരിചയപ്പെടുത്തി കൊടുത്തത് അദ്ദേഹമാണ്. ആ രീതിയിൽ വലിയ ഇടപെടലുകൾ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖയിൽ നടത്തിയൊരു സംഗീത സംവിധായകൻ കൂടിയാണ് യാത്രയാകുന്നത് ജിബിൻ. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ, അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് എപ്പോഴാണ്, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും തന്നെ ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മനു, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യം ചെന്നൈയിലായിരുന്നു. ഇന്ന് രാവിലെ ഏകദേശം 2:10 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. 77 വയസ്സായിരുന്നു. 2:30 തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. 200-ലേറെ ചിത്രങ്ങൾക്ക് അദ്ദേഹം പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. 1975 ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അരങ്ങേറ്റം ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് നിരവധിയേറെ ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. കസ്തൂരി മാൻമിഴി, അതോടൊപ്പം തന്നെ അക്കരെ ഇക്കരെ തുടങ്ങിയ നിരവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി തന്നെയുണ്ട്. കാലിത്തൊഴുത്തിൽ പറന്നവനെ എന്നുള്ള ആ പാട്ടുകളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഓർമ്മകളിലൊക്കെ തന്നെയുണ്ട്. അങ്ങനെ വലിയ തോതിൽ വലിയ ചിത്രങ്ങൾ, നിരവധി ചിത്രങ്ങളിൽ നിരവധി ഗാനങ്ങൾ അദ്ദേഹം രചിക്കുകയും അതോടൊപ്പം തന്നെ ഈ കീബോർഡ് മലയാളത്തിൽ ആദ്യമായി തന്നെ ഈ കീബോർഡ് ഈ ലോകത്തെ, അതായത് മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ്. മലയാള സിനിമയ്ക്ക് അത്തരത്തിലുള്ള സംഭാവനകൾ കൂടി അദ്ദേഹം നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്നുള്ള ഒരു ഖ്യാതി അദ്ദേഹത്തിന് നേടിയെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. അങ്ങനെ മലയാളികളെ ഏറെ ആസ്വാദനത്തിലൂടെ കൊണ്ടുപോയ നിരവധി ഗാനങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായിരുന്നു. സ്വർണ്ണമീനിൻ്റെ, അതോടൊപ്പം തന്നെ ഒരേ രാഗപല്ലവി തുടങ്ങിയ എനിക്ക് കൂട്ടിച്ചേർക്കാണ്ട്, രചിക്കുകയായിരുന്നില്ല അദ്ദേഹം, അതിന് ഈണം പകരുകയായിരുന്നു. അത് വേഗത്തിൽ പറഞ്ഞു പോയപ്പോൾ ഒരുപക്ഷെ തെറ്റിയതായിരിക്കാം. നമ്മളെ രസിപ്പിച്ച, നമ്മളെ ത്രസിപ്പിച്ച, അതായത് ഈ പാശ്ചാത്യ സംഗീതം നമ്മുടെ മെലഡിയിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു കലാകാരൻ കൂടിയായിരുന്നു, ചലച്ചിത്രകാരൻ. അതായത് ഈ ചലച്ചിത്ര ഗാന മേഖലയിൽ ഒരുപാട് പുതുമകൾ കൊണ്ടുവരികയും പുതിയ വഴികൾ തേടി പോവുകയും ചെയ്ത എന്ന രീതിയിലാണ് അദ്ദേഹം അടയാളപ്പെടുന്നത്.